ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് അവിടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാനാണ്. ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ പല കാര്യങ്ങളും ഹിഡൻ ആയിട്ട് വയ്ക്കുന്നു. അതായത് പല കാര്യങ്ങളും നിങ്ങളിൽ നിന്ന് മറച്ചു വയ്ക്കുന്നു. ഇവർ ആരോടും ഒന്നും എക്സ്പ്രസ് ചെയ്യുന്നില്ല. ആർക്കും തന്നെ അറിയത്തില്ല ഇവരുടെ മനസ്സിൽ എന്താണ് ഉള്ളത് എന്ന്. ഇവരുടെ ഫ്രണ്ട്സും ഇവരുടെ വീട്ടിലുള്ളവരും എല്ലാം വിഷമിക്കുന്നുണ്ടാകാം. ഇവരെന്താ ശാന്തമായിട്ടിരിക്കുന്നത്, ഇവരെന്താ ഒന്നും നമ്മളോടൊന്നും പറയാത്തത് എന്ന്. അതായത് കൂടുതൽ നേരം ഇവർ ഒറ്റയ്ക്കിരിക്കുവാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ഇവരുടെ വീട്ടിൽ തന്നെ ഒറ്റയ്ക്ക് റൂമിൽ അടച്ചിരിക്കുമ്പോൾ ഇവരുടെ വീട്ടുകാർ തന്നെ ആലോചിക്കത്തില്ല എന്താ കാര്യം, ഇവർ എന്താ ഒറ്റയ്ക്കിരിക്കുന്നത്, അങ്ങനെ ചിന്തിക്കത്തില്ല. അതേപോലെ ഇവരുടെ വീട്ടുകാരും ഭയങ്കരമായിട്ട് വിഷമിക്കുന്നു ഇവരുടെ ഒരു സ്വഭാവം കാരണം. ഇവർ ശാന്തമായ മനസ്സോടെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇവർക്ക് പ്രത്യേകമായിട്ടൊരു സമാധാനം കിട്ടുന്നു. കാരണം നിങ്ങൾ മാത്രമാണ് ഇവരെ മനസ്സിലാക്കിയത്, നിങ്ങൾ മാത്രമാണ് ഇവരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചത്. അപ്പോൾ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഇവർക്ക് ഭയങ്കരമായിട്ട് മനസ്സിനൊരു ശാന്തി കിട്ടുന്നു. ഇവർ നിങ്ങളെക്കുറിച്ച് ഇമാജിനേഷൻ ചെയ്യുന്നു. നിങ്ങൾ ഇവരുടെ അടുത്തുണ്ട് എന്ന് തോന്നുമ്പോൾ, അങ്ങനെ ഫീലാകുമ്പോൾ ഇവർക്ക് ഭയങ്കരമായിട്ടൊരു റിലാക്സേഷൻ കിട്ടുന്നു. അപ്പോൾ ഈ ഒരു റീസൺ കൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ ഒറ്റയ്ക്കിരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഒറ്റയ്ക്കിരിക്കുമ്പോൾ തന്നെ ഇവർക്ക് സന്തോഷം തോന്നുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള സ്നേഹമാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഉള്ളത് നിങ്ങളോട്. ഇവർ ഒറ്റയ്ക്കിരിക്കുവാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ഓർമ്മകളുമായിട്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവർക്ക് സന്തോഷം തോന്നുന്നു. ഇവിടെ 696 969 111 66 ഈ 999 911 ഈ നമ്പറൊക്കെയാണ് കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു നമ്പർ റീസെൻറ്റ് പാസ്റ്റിൽ കാണാൻ സാധിച്ചിട്ടുണ്ടാകും. അല്ല എങ്കിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ കാണുന്നുണ്ടാകും ഈ ഒരു നമ്പർ. അപ്പോൾ ഇവിടെ വരുന്ന എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ബാലൻസ് ആവാൻ ശ്രമിക്കുന്നു, ട്രാൻസ്ഫർമേഷൻ നടക്കുന്നു ഇവരുടെ ഉള്ളിൽ എന്നാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ വൈബ്രേഷൻ കാർമിക് എൻഡിങ്ങിൻ്റെ ആ ഒരു വൈബ്രേഷനിലുമാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാർമികമായിട്ടുള്ള പേഴ്സണുമായിട്ടുള്ള എല്ലാ റിലേഷൻഷിപ്പും ഇവർ എൻഡാക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ഒറ്റയ്ക്കിരുന്ന് ഇവർ വളരെയധികം ഹാപ്പി ആയിട്ടിരിക്കുന്നു. മറ്റുള്ളവർ വിചാരിക്കുന്നത് ഇവിടെ എന്താ ഒറ്റയ്ക്കിരിക്കുന്ന മുറിക്കകത്ത് തന്നെ ഒറ്റയ്ക്കിരിക്കുന്നു, കുറേ നേരം ആരോടും സംസാരിക്കുന്നില്ല, ആൾക്കാർ വീട്ടിൽ വരുന്നു പോകുന്നു, ആരോടും ഇവർ സംസാരിക്കുന്നില്ല, എന്താ ഇവർക്ക് സംഭവിച്ചതെന്ന്. പക്ഷേ ഇവർ ഒറ്റയ്ക്കിരുന്ന് നിങ്ങളുടെ ഓർമ്മകൾ, നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്ത ടൈം, ഇനി നിങ്ങളെ കാണുമ്പോൾ എങ്ങനെയായിരിക്കും ഇവർ ബിഹേവ് ചെയ്യേണ്ടത്, അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് അതിനെക്കുറിച്ച് ചിന്തിച്ച് ഹാപ്പി ആവുകയാണ് ചെയ്യുന്ന ഇവർ. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി. ഇനി കറണ്ട് ഫീലിംഗ് എന്താണെന്ന് നോക്കാം. വളരെയധികം പാഷനേറ്റീവായിട്ടുള്ള എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത് രണ്ട് വഴികളുണ്ട് എങ്കിൽ എനിക്ക് ഏതെങ്കിലും ഒരു വഴി തിരഞ്ഞെടുത്തേ പറ്റത്തുള്ളൂ എന്നാണ്. ഇവരുടെ വീട്ടിൽ രണ്ട് വാതിലുകളുണ്ട്. ആ വാതിലിൽ ഒരു വാതിൽ തുറക്കുമ്പോൾ സന്തോഷവും ഒരു വാതിൽ തുറക്കുമ്പോൾ ദുഃഖവുമാണ് ഉള്ളത് എങ്കിൽ ഉറപ്പായിട്ടും ഇവർ സന്തോഷത്തിൻ്റെ വാതിലുകൾ തുറക്കുള്ളൂ. അപ്പോൾ ഇവരുടെ സന്തോഷം നിങ്ങളാണ്. അപ്പോൾ നിങ്ങളുമായിട്ടുള്ള ഒരു ജീവിതം മുന്നോട്ട് പോകുവാൻ വേണ്ടിയുള്ള വാതിൽ മാത്രമേ ഇവർ തുറക്കുകയുള്ളൂ. ഇവർ ഇവിടെ ഒറ്റയ്ക്ക് ഒരു മൂലയിലിരിക്കുകയാണ് എങ്കിൽ ഇവരെ തന്നെ ഹീൽ ചെയ്യുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. സ്വയം ഇവരെ തന്നെ ഹീലാക്കുന്നുണ്ട് ഇവർ. ഇവർക്ക് കമ്പാറ്റബിളായിട്ട് തോന്നുന്ന പേഴ്സൺ ആരാണോ, ഇവരുടെ സന്തോഷം ആരിലാണോ അവരുമായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. രണ്ട് വഴികളുണ്ട്, ഏതെങ്കിലും ഒരു വഴി തിരഞ്ഞെടുക്കണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ആ ഒരു വഴി നിങ്ങളാണ്. ഇവർ ഏത് വഴിയാണോ തിരഞ്ഞെടുക്കാൻ പോകുന്നത് ആ വഴി തിരഞ്ഞെടുക്കുവാൻ വേണ്ടി ഒത്തിരി സ്ട്രെങ്ത് ആവശ്യമുണ്ട്. ഇവരുടെ മനസ്സ് എന്താണോ പറയുന്നത്, ഇവരുടെ ഹൃദയം എന്താണോ പറയുന്നത് അത് കേട്ടിട്ടാണ് അവർ ആ ഒരു വഴി തിരഞ്ഞെടുക്കാൻ പോകുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സണിൻ്റെ എനർജി നോക്കുമ്പോൾ ഇവർ വളരെയധികം പാഷനേറ്റീവാണ്, ഇമോഷണലാണ്, ഫയർ എനർജിയിലാണ് ഉള്ളത്. നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കുവാൻ തയ്യാറായിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ ഇരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ഫിസിക്കലായിട്ടുള്ള കെമിസ്ട്രിയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ഇത്രയും സ്ട്രോങ് ആണ് എങ്കിൽ ഉറപ്പായിട്ടും നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ് എങ്കിൽ നിങ്ങൾ കോണ്ടാക്റ്റിലാവാനുള്ള സാധ്യതയുണ്ട്. കോണ്ടാക്ട് സിറ്റുവേഷനിലാണ് എങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് സ്ട്രോങ് ആയിട്ടുള്ള മെസ്സേജോ എന്തെങ്കിലും കോളോ കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ്. ഇനി നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാം. ഇവിടെ നെക്സ്റ്റ് ആക്ഷൻ നോക്കുമ്പോൾ തന്നെ യൂണിവേഴ്സിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കംപ്ലീഷൻ ഓഫ് ദ സൈക്കിളാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കൂടെയും നിങ്ങളുടെ പേഴ്സൻ്റെ കൂടെയും ഒരു കംപ്ലീഷൻ ഉണ്ടാവുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്.
അപ്പോൾ കുറേ ആൾക്കാരുടെ ലൈഫിൽ കർമ്മ ഹീലാകാൻ പോവുകയാണ്, റെക്കഗ്നൈസ് ആവാൻ പോവുകയാണ് എന്നാണ് ഇവിടെ 88-ൻ്റെ വൈബ്രേഷൻ കാണാൻ സാധിക്കും. നിങ്ങൾ അടുത്തിടെയായിട്ട് 888 നമ്പർ കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ കർമ്മ റിലീസാവാൻ പോകുന്നു, ഹീലാകാൻ പോകുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുക. കൂടാതെ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഒത്തിരി ദൂരം വന്നു, നിങ്ങൾക്കിടയിൽ ഒത്തിരി ഡിസ്റ്റൻസ് വന്നിട്ടുണ്ട് എങ്കിൽ, നിങ്ങൾ നോ കോൺടാക്ട് സിറ്റുവേഷനിലാണ് എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ നോ കോൺടാക്ട് സിറ്റുവേഷൻ എൻഡായിട്ട് നിങ്ങൾ തമ്മിൽ ഒന്നാവാൻ പോകുന്നു എന്നും ഇവിടെ കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഏത് ട്രാപ്ഡ് സിറ്റുവേഷനിൽ നിന്നായാലും ഇവർ അതിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തു വരണമെന്ന് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട്. ഇവർ ഇവരുടെ ഇൻറ്റ്യൂഷൻ എന്താണോ പറയുന്നത് അത് കേൾക്കുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ കൂടെ എങ്ങനെയെങ്കിലും യൂണിയനിൽ വരണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. നിങ്ങളെ മാരേജ് ചെയ്യണമെന്നും ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു റീഡിംഗ് 3 നമ്പറും 8 നമ്പറുമാണ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഈ റീഡിങ്ങിൽ. അപ്പോൾ ചില ആൾക്കാർക്ക് 3 മണിക്കൂറിനുള്ളിൽ, ചില ആൾക്കാർക്ക് 21 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് ഇത് റെസൊനേറ്റ് ആകുന്നതാണ്. ചില ആൾക്കാർക്ക് 8 മണിക്കൂർ അല്ലെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് റെസൊനേറ്റ് ആകുന്നതാണ്. മാക്സിമം 30 മണിക്കൂറിനുള്ളിൽ ചില ആൾക്കാർക്ക് ഈ റീഡിംഗ് റെസൊനേറ്റ് ആകുന്നതാണ്. വളരെയധികം മനോഹരമായിട്ടുള്ള എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ നോക്കുമ്പോൾ. അപ്പോൾ മദർ യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് നിങ്ങൾക്ക് കിട്ടുവാൻ പോവുകയാണ്. കൂടാതെ ശനി ഭഗവാൻ കർമ്മത്തിൻ്റെ ദാതാവാണ്. അപ്പോൾ അദ്ദേഹം നിങ്ങളുടെ കർമ്മ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഫലം തരുവാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് കർമ്മമാണോ ചെയ്തിട്ടുള്ളത് ആ ഒരു കർമ്മത്തിൻ്റെ ഫലം നിങ്ങൾക്ക് കിട്ടും. അതെന്തായാലും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. ഇവിടെ നല്ല വൈബ്രേഷനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നല്ല ഫലമായിരിക്കും നിങ്ങൾക്ക് കിട്ടുവാൻ പോകുന്നത് എന്ന് നിങ്ങൾ വിശ്വസിക്കുക. ഇനി നമുക്ക് ഏഞ്ചൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇവിടെ നിങ്ങളിൽ പല ആൾക്കാരും നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഇരുന്ന് ഓരോ കാര്യങ്ങൾ ചിന്തിക്കുന്നു. അതായത് അങ്ങനെയല്ല, ഇങ്ങനെയാണ്, ഈ സിറ്റുവേഷനിൽ എനിക്ക് ഒരു തീരുമാനം എടുക്കേണ്ട ആവശ്യമില്ല, ഈ സിറ്റുവേഷനിൽ എനിക്ക് തീരുമാനം എടുക്കണം. അങ്ങനെ നിങ്ങൾ തന്നെ ഓരോന്നും നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ആലോചിച്ച് ചിന്തിച്ച് തീരുമാനം എടുക്കുകയാണ്. ഇവിടെ ഏഞ്ചൽസ് പറയുന്നത് നിങ്ങൾ സ്വയം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരണമെന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. അതായത് എന്ത് കാര്യമാണോ നിങ്ങൾക്ക് വേണ്ടത് ആ ഒരു കാര്യം നിങ്ങൾ എന്താ പറയുക, അതിലൊരു തീരുമാനം എടുക്കുക. എന്ത് കാര്യമാണോ റിലീസ് ചെയ്യേണ്ടത് അത് നിങ്ങൾ റിലീസ് ചെയ്യുക. ഒരു കാര്യത്തിനും പിടിച്ചു വയ്ക്കാൻ ശ്രമിക്കരുത്, അതിനെ അതിൻ്റെ വഴിക്ക് വിടുക. കൂടാതെ നിങ്ങൾക്ക് തോന്നുന്നു ഈ ഒരു സിറ്റുവേഷനിൽ എനിക്ക് ഇന്ന പോലെ തീരുമാനം എടുക്കണമെന്ന് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറയുന്നുണ്ട് എങ്കിൽ അപ്പോൾ തന്നെ ആ സ്പോട്ടിൽ നിങ്ങൾ തീരുമാനം എടുക്കണം. നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും നിങ്ങളുടേതായ ഇഷ്ടപ്രകാരം നിങ്ങൾ തീരുമാനം എടുക്കുക. കൂടാതെ നിങ്ങൾ ഒരിക്കലും സ്റ്റെബേൺ ആകരുത്. ഒരു സിറ്റുവേഷനിലും സ്റ്റെബേൺ ആവരുതെന്ന് പറയുവാൻ കാരണം നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ തന്നെ ഇഷ്ടത്തെ പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോയിട്ട് നിങ്ങളുടെ ജീവിതം നിങ്ങൾ തന്നെ സ്വയം നശിപ്പിക്കുവാൻ പാടില്ല. എന്ത് സിറ്റുവേഷനാണോ നിങ്ങൾക്ക് മോശമായിട്ട് തോന്നുന്നത് ആ സിറ്റുവേഷൻ റിലീസാക്കുക. എന്നിട്ട് മുന്നോട്ട് നിങ്ങളുടെ ജീവിതം നിങ്ങൾ ഏത് രീതിയിൽ കൊണ്ടുപോകണമെന്ന് നിങ്ങൾ തീരുമാനമെടുക്കുക. ഏഞ്ചൽസ് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ ഘട്ടത്തിലും ഡിഫിക്കൽട്ടായിട്ടുള്ള പല ചലഞ്ചസും വരും. നിങ്ങൾ അതിനെ ഫേസ് ചെയ്യണമെന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. ചിലപ്പോൾ നിങ്ങളിൽ പല ആൾക്കാരും പല ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ കൂടെ ആയിരിക്കാം കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള ഗൈഡൻസ് ആയിരിക്കാം. അതായത് ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോളിൽ കൂടെ ആയിരിക്കാം നിങ്ങൾ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ സീനിയേഴ്സ് അവർ എന്താണോ ആ സമയത്ത് ചെയ്തത് അവരുടെ കാര്യങ്ങൾ അവർ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ സിറ്റുവേഷൻ എന്തായിക്കൊള്ളട്ടെ, ഡിവൈൻ നിങ്ങൾക്ക് ഒരു വീഡിയോ ത്രൂവോ അല്ലെങ്കിൽ ഏതെങ്കിലും സൈൻ ത്രൂവോ എന്തെങ്കിലും ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും തരുന്നതാണ്. അത് മനസ്സിലാക്കേണ്ട ആൾ നിങ്ങളാണ്. നെക്സ്റ്റ് മെസ്സേജ്, ഏഞ്ചൽസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നമ്പർ കാണിച്ചു തരുന്നുണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ആ നമ്പറിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കുക, അല്ലാതെ മറ്റൊരാൾക്ക് വേണ്ടി നോക്കരുത്. നിങ്ങളുടെ ജേണിയിൽ ആ ഒരു നമ്പറിൻ്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾ നോക്കുക. ഇവിടെ ഈ ഒരു ഏഞ്ചൽ നമ്പർ നിങ്ങൾ കാണുന്നതിൻ്റെ പ്രധാന കാരണം ഡിവൈൻ അല്ലെങ്കിൽ സ്പിരിറ്റ് അനിമൽ അല്ലെങ്കിൽ സ്പിരിറ്റ് ഗൈഡ് അല്ലെങ്കിൽ നിങ്ങളുടെ എൻസിസ്റ്റേഴ്സ് നിങ്ങളോട് എന്തോ പറയുവാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോഴുള്ള സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് എന്തോ ഒരു ഗൈഡൻസ് തരുവാൻ ആഗ്രഹിക്കുന്നു. അതും നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു മെസ്സേജ് എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഇനി വരാൻ പോകുന്ന സമയത്ത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് റിലേറ്റഡ് ആയിട്ടായിരിക്കും. ചിലപ്പോൾ വാർണിംഗ് മെസ്സേജ് ആയിരിക്കാം, ചിലപ്പോൾ ബ്ലെസ്സിങ് ആയിരിക്കാം. എന്തായാലും നമ്മളത് എക്സ്പെക്റ്റ് ചെയ്യുക.
നിങ്ങൾ എന്തെങ്കിലും കാര്യം മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ടുണ്ട് എങ്കിൽ വരാൻ പോകുന്ന സമയം അത് നടക്കാൻ പോകുന്നു എന്നും ഇവിടെ ഏഞ്ചൽസ് പറയുന്നു. അതായത് മുന്നേ എപ്പോഴോ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ട് റിലീസാക്കി കളഞ്ഞ കാര്യം, പിന്നെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് ആ ഒരു കാര്യം പോയി. ഇപ്പോൾ ഒരു അത്ഭുതം പോലെ ആ ഒരു മാനിഫെസ്റ്റേഷൻ ചെയ്ത കാര്യം നടക്കുവാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ഭയങ്കരധികം അത്ഭുതപ്പെടുന്നതാണ് അത് കാണുമ്പോൾ. നിങ്ങളിൽ പല ആൾക്കാരുടെയും ആത്മാവ്, അതായത് സോള് വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പക്ഷെ നിങ്ങൾ പുറമേയുള്ള ലോകത്തിൽ ഭയങ്കര അധികം മുഴുകിയിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഏഞ്ചൽസ് പറയുന്നത് ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷൻ. നിങ്ങളുടെ ആത്മാവ് എന്താണോ പറയുന്നത് നിങ്ങൾ കേൾക്കുവാനാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.